മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്ന പ്രമാണം എല്ലാവർക്കും അറിയാമെങ്കിലും പലതിലും ചെന്ന് തലയിടുമ്പോൾ ആരും അത് ഓർക്കുകയില്ല. എല്ലാം കഴിഞ്ഞിട്ട് അനുഭവിക്കുമ്പോൾ സ്വയം ദുഃഖിച്ചിട്ടോ ഹൃദയം കഠിനമാക്കി പ്രതികരിച്ചിട്ടോ പ്രയോജനവും ഒന്നുമില്ല. മനുഷ്യൻ വിതയ്ക്കുന്ന ഇനം തന്നെ കൊയ്യും, വിതയ്ക്കുന്നതിൻ്റെ പല മടങ്ങ് കൊയ്യും, വിതച്ച് കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞ് കൊയ്യും. വിതയ്ക്കുന്ന ഉടനെ കൊയ്യാത്തത് കൊണ്ടായിരിക്കും പലരും ഈ സത്യം ഗൗരവമായി എടുക്കാത്തത്. കണ്ടോളാം എന്നാണ് പലരുടെയും ഭാവം. നാം യാക്കോബിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കൗശലത്താൽ സ്ഥാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നവരെല്ലാം ഇത് വലിയ പാഠമാക്കണം. തലമുറകൾക്ക് വേണ്ടി സമ്പാദിക്കുവാൻ പരിശ്രമിച്ച് അവർക്ക് ശാപമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വയ്ക്കരുത്. നേരായ വഴികളിലൂടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ മാതൃകയുള്ള ജീവിതം മക്കൾക്ക് ആവേശമായിത്തീരും. തെറ്റായ വഴികളിലൂടെ പോയി അധികം നേടുവാൻ ശ്രമിക്കാതെ വരുമ്പോൾ നമ്മുടെ ഇല്ലായ്മയെ ഇന്നല്ലെങ്കിൽ നാളെ തലമുറ അഭിനന്ദിക്കും. നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ നമ്മുടെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടത് മിക്കവാറും എല്ലാവരും ഓർക്കും. അവരുടെ വിശ്വാസത്തിന് കൊടുക്കേണ്ടി വന്ന വില വളരെയായിരുന്നു. എന്നാൽ അവരുടെ മക്കൾ പലരും അത്രയും കഷ്ടപ്പെടാതെ സമ്പത്തും സൗകര്യങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കുന്ന മാർഗങ്ങൾ വന്നപ്പോൾ ക്രിസ്തീയ മൂല്യങ്ങളെ കാറ്റിൽ പറത്തി സമ്പത്ത് വാരിക്കൂട്ടി ആഡംബരമായി ജീവിച്ചു. ഫലമോ ഇന്നത്തെ തലമുറ മൂല്യച്ഛതി സംഭവിച്ച ഒന്നായി. ഈ പോക്കിനൊരറുതി ഉണ്ടായേ മതിയാകും. അല്ലാത്ത പക്ഷം യാക്കോബിനെ പോലെ കണ്ടവരുടെ എല്ലാം അടിമത്വത്തിൽ കഴിയേണ്ടി വരും സുഹൃത്തെ. അതിന് മാറ്റമില്ല. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് മാറ്റമില്ല. നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിച്ച് ഇതിൻ്റെ ചില വിശദാംശങ്ങൾ ശ്രദ്ധിക്കാം. നമുക്കൊരുമിച്ച് പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞത്. അങ്ങനെ യാക്കോബ് തൻ്റെ യാത്ര തുടരുന്നതായി നാം കാണുന്നു. അവൻ ഹാരാനിൽ തൻ്റെ അമ്മയുടെ ആങ്ങള, തൻ്റെ അമ്മാവൻ്റെ അടുത്തേക്കാണ് ഓടുന്നത്. ഇനിയും ഈ 29-ാം അധ്യായത്തിൻ്റെ മുകളിൽ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ എഴുതി പഠിക്കുവാൻ ഞാൻ ആരംഭിക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. തൻ്റെ തെറ്റായ പ്രവൃത്തികളുടെ ഫലം കൊയ്യുവാൻ യാക്കോബ് ആരംഭിക്കുന്നതാണ് ഈ അധ്യായത്തിൽ നാം കാണുവാൻ പോകുന്നത്. ഗലാത്യ ലേഖനത്തിലെ ഈ ഭാഗം പ്രധാനമായും വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്, ദൈവമക്കൾക്ക് വേണ്ടിയിട്ട്. എന്നാൽ ഇത് എല്ലായിടത്തും എല്ലാ കാലത്തുമുള്ള ദൈവത്തിൻ്റെ ഒരു പ്രമാണത്തെയാകുന്നു വ്യക്തമാക്കുന്നത്. ജീവിതത്തിൻ്റെ ഏത് നിലയിലും ഇത് സത്യമാണ്. നെല്ല് വിതച്ചാൽ നെല്ല് തന്നെ കൊയ്യും, എള്ള് വിതച്ചാൽ എള്ള് തന്നെ കൊയ്യും, കള വിതച്ചാൽ കള കൊയ്യും എന്നുള്ള പ്രമാണം എല്ലാവരും സമ്മതിക്കുന്നതാണ്. ഈ പ്രമാണത്തിൻ്റെ ഉദാഹരണങ്ങൾ ബൈബിളിൽ ഉടനീളം കാണാവുന്നതാണ്. ഉദാഹരണത്തിന്, ഫറവോൻ എബ്രായരുടെ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. എന്നാൽ സമയം വന്നപ്പോൾ അവൻ്റെ കടിഞ്ഞൂലിനെ സംഹാരദൂതൻ കൊന്നുകളഞ്ഞു. ആഹാബ് തെറ്റായ ആരോപണം ചുമത്തി നാബോത്തിനെ കൊന്നുകളഞ്ഞു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കി. ദൈവം ആഹാബിന്റെ അടുത്തേക്ക് പ്രവാചകനായി ഏലിയാവിനെ ഒരു ദൂതുമായി അയച്ചു. നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിയതുപോലെ ആഹാബിന്റെ രക്തവും നായ്ക്കൾ നക്കും എന്ന് അറിയിക്കാനായിരുന്നു ഏലിയാവ് അവിടെ പോയത്. അത് അക്ഷരാർത്ഥത്തിൽ നിറവേറി എന്ന് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദും ഇതൊരു ഒഴിച്ചുകൂടാത്ത പ്രമാണമായി മനസ്സിലാക്കി എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. അവന്റെ ജീവിതത്തിലും അത് സത്യമായിരുന്നു. അവൻ പറയുന്നത് അവൻ നീചപാപം ചെയ്തു എന്നാണ്. നീചപാപങ്ങളായ വ്യഭിചാരവും കൊലപാതകവും ചെയ്തു. അവൻ അനുതപിച്ചപ്പോൾ ദൈവം അവനോട് അതെല്ലാം ക്ഷമിച്ചു എന്നത് ശരിയാണ്. ഈ വിഷയം ഞാൻ പ്രത്യേകം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. മനഃപൂർവ്വമായി അനുതപിക്കുമ്പോൾ ദൈവം ക്ഷമിക്കും. എന്നാൽ സംഗതി അങ്ങനെ തന്നെ തിരിച്ചടിച്ചു. പിന്നെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവം അവനെ കൈക്കൊണ്ടു എന്നാണ് അതിനർത്ഥം. ദാവീദ് വിതച്ചത് അവൻ കൊയ്തു. അവന്റെ സ്വന്തം മകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അവന്റെ മകനും കൊല്ലപ്പെട്ടു. ഈ പ്രമാണത്തിന്റെ ഭാരം വിശുദ്ധ പൗലോസ് പോലും അറിഞ്ഞിരുന്നു എന്നത്രേ ഞാൻ കരുതുന്നത്. സ്തേഫാനോസിനെ കല്ലെറിയുവാൻ പൗലോസ്
അനുവാദപത്രം കൊടുത്തു. സമ്മതം മൂളി. എന്നാൽ ലുസ്രയിൽ വെച്ച് പൗലോസിനെ പട്ടണത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞു. മരിച്ചു എന്ന് കണ്ടവർ ഉപേക്ഷിച്ചിട്ട് പോന്നു. മാറ്റിക്കൂടാത്ത ഈ പ്രമാണത്തിന്റെ ഉത്തമ ഉദാഹരണമാകുന്നു നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യാക്കോബിന്റെ ജീവിതം. തന്റെ സ്വന്തം തന്ത്രങ്ങളാൽ ജീവിക്കുകയായിരുന്നു യാക്കോബ്. അവന്റെ കൈവശം ചതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് രക്തത്തിൽ കലർന്നതുപോലെയാണ്. തന്റെ ഉദ്ദേശം സാധിക്കുവാനായി ഏത് താണ നിലവാരത്തിലേക്കും ഇറങ്ങിച്ചെല്ലുവാൻ യാക്കോബിന് യാതൊരു മടിയുമില്ലായിരുന്നു. തന്റെ കുതന്ത്രങ്ങളിൽ അവൻ അഭിമാനം കൊണ്ടിരുന്നു. എന്നാൽ അവൻ വിതച്ചത് തന്നെ കൊയ്യുന്നതാണ് നാം ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന ഭാഗത്ത് നാം കാണുന്നത്. 29-ാം അധ്യായത്തിൽ യാക്കോബ് ബഥേൽ വിട്ടിട്ട് തന്റെ യാത്ര തുടരുന്നതാണ് നാം കാണുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ഹാരാനിലെത്തി. കുറച്ച് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ 1-2 അല്ല കേട്ടോ, 800 കിലോമീറ്ററോളം നടന്നു എന്നാണ് നാം വായിക്കുന്നത്. ഭൂമിശാസ്ത്രം പഠിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാകും. അതും എത്ര അപകടം പിടിച്ച യാത്ര! ഒറ്റയ്ക്ക്, കൂടുതലും ഭയങ്കര കാട്. അവൻ ആ കാട്ടിലൂടെയും മരുഭൂമിയിലൂടെയും തനിയെ ആഴ്ചകൾ, ഒരുപക്ഷെ മാസങ്ങൾ നടന്നു കാണും. വഴി നിശ്ചയമില്ലല്ലോ. പിന്നെ ആരോടൊക്കെ ചോദിച്ച് അന്ന് ചോദിക്കാനൊട്ട് ആളുമില്ല. അങ്ങനെ അവൻ നടന്നു. 29-ാം അധ്യായം നിങ്ങൾ എന്നോടൊപ്പം നോക്കുമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. പിന്നെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി. അവൻ വെളിം പ്രദേശത്ത് ഒരു കിണർ കണ്ടു. അതിനരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. ആ കിണറ്റിൽ നിന്ന് ആയിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. എന്നാൽ കിണറ്റിന്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു. ഇനി 3-ാം വാക്യം കൂടി നോക്കിക്കേ. ആ സ്ഥലത്ത് കൂട്ടങ്ങളൊക്കെ കൂടുകയും അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും കല്ല് കിണറ്റിന്റെ വായ്ക്കൽ അതിന്റെ സ്ഥലത്ത് തന്നെ തിരികെ വെക്കുകയും ചെയ്യും. ആ രാജ്യത്ത് വെള്ളം എത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്ന് ഈ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെയൊക്കെ നാട്ടിലും വെള്ളം വളരെ വിലപ്പെട്ടതാണല്ലോ. പിന്നെ അല്പമുള്ള വെള്ളം കുടിക്കാനും കൊള്ളില്ല, ഒന്നിനും കൊള്ളില്ല. അതിനെക്കാട്ടിലും പ്രയാസമുള്ളൊരു സ്ഥലമായിരുന്നു ഈ പറഞ്ഞത്. അവിടെ വെള്ളത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടിനെ കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ കിണറ്റിന്റെ വായ്ക്കൽ കല്ലുരുട്ടി വെച്ചിരിക്കുന്നത്. ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് കല്ല് മാറ്റുകയും അപ്പോൾ എല്ലാവരും ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും മറ്റ് ആവശ്യങ്ങൾക്ക് വെള്ളം കോരുകയും ചെയ്തിരുന്നു. വീണ്ടും ആ കല്ല് കിണറിന്റെ ആ വായ്ക്കൽ വെക്കുമായിരുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെങ്ങും അപ്രകാരം ചെയ്യാറില്ലല്ലോ. ഇപ്പോൾ ഇതാ യാക്കോബ് രംഗത്ത് വരുന്നു. അവർ ആ കല്ല് ഉരുട്ടി നീക്കുന്നതിന് മുൻപ് യാക്കോബ് അവിടെ എത്തുന്നു. അവന്റെ ഇവിടുത്തെ സംസാരം ഒന്ന് ശ്രദ്ധിച്ചേ. 4-5 വാക്യങ്ങൾ. യാക്കോബ് അവരോട്, സഹോദരന്മാരെ, നിങ്ങൾ എവിടുത്തുകാർ എന്ന് ചോദിച്ചതിന് ഞങ്ങൾ ഹാരാന്യർ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, നിങ്ങൾ നാഹോരിന്റെ മകനായ ലാബാനെ അറിയുമോ എന്ന് ചോദിച്ചതിന് അറിയും എന്ന് അവർ പറഞ്ഞു. അവനെ അവർക്കറിയാം. എന്നാൽ യാക്കോബിന് ഇതേവരെയായിട്ടും അവനെ മനസ്സിലായിട്ടില്ല. നമ്മുടെ യാക്കോബ് അവന്റെ കൂടെ ഒന്ന് ജീവിക്കാൻ പോകുകയാണല്ലോ. ഇപ്പോൾ അവൻ വിവരം അറിയുവാൻ പോകുകയാണ്. ഒരു നല്ല അമ്മാവനെ അവൻ രുചിച്ചറിയുവാൻ പോകുകയാണ്. 6 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. അവൻ അവരോട്, അവൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. സുഖം തന്നെ. അവന്റെ മകൾ റാഹേൽ അതാ ആടുകളോടുകൂടെ വരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. പകൽ ഇനിയും വളരെയുണ്ടല്ലോ, കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്ത് കൊണ്ടുപോയി തീറ്റുവീൻ എന്ന് അവൻ പറഞ്ഞതിന് അവര്, കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വഹിയ. അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും, പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു. ഇത് രസമായിരിക്കുന്നു. നമ്മുടെ യാക്കോബ് ആ നാട്ടിലേക്ക് വന്നതേയുള്ളൂ. ഈ പാർട്ടിക്ക് ആടിനെ തീറ്റി എന്തെങ്കിലും പരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ആടുകൾക്ക് വെള്ളം കൊടുക്കേണ്ടത്, അത് കഴിഞ്ഞ് അവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് അവൻ അവരോട് പറഞ്ഞു. ഇവിടെ യാക്കോബ് നേരെ കയറി അഭിപ്രായം പാസ്സാക്കുന്നത് നോക്കിയേ. അല്ലെങ്കിലും അവന്റെ സ്വഭാവം അങ്ങനെ തന്നെയാണല്ലോ. 9-ാം വാക്യത്തിൽ അവൻ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ തന്റെ അപ്പന്റെ ആടുകളോടുകൂടെ വന്നു. അവളായിരുന്നു അവയെ മേയിച്ചു വന്നത്. റാഹേൽ ഒരു ആട്ടിടയത്തിയായിരുന്നു. ആ കാലങ്ങളിൽ ഇത് കൂടുതലും സ്ത്രീകളുടെ പണിയായിരുന്നു. 10-ാം വാക്യത്തിൽ തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്ത് ചെന്ന് കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുക്കുവാൻ അവനോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അവൻ അതങ്ങ് ചെയ്തു. യാക്കോബ് ആരുടെയെങ്കിലും നിയമം അനുസരിക്കുകയല്ലല്ലോ പണ്ടും, മറിച്ച് സ്വന്തം കാര്യങ്ങൾ അങ്ങ് ചെയ്യുകയാണ്. അവൻ ജീവിതത്തിൽ കൂടി പോയപ്പോൾ
കളികൾക്ക് അവൻ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കി അവൻ തന്നെ കളിച്ചു. തൻ്റെ നിയമപ്രകാരം അവൻ കളിച്ചു. അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം അതായിരുന്നു. അതുകൊണ്ട് എന്താ, അവനൊരു വലിയ പാഠം പഠിക്കുവാനുണ്ട്. ഇതുവരെ പഠിച്ചില്ല, കോളേജിലേക്ക് പോകുന്നതേ ഉള്ളൂ. ലാബാനാണ് അത് അവനെ പഠിപ്പിക്കുവാൻ പോകുന്നത്. ആള് ഒരല്പം കടുപ്പമായിരിക്കും എന്ന് മാത്രം. 11-ാം വാക്യത്തിൽ യാക്കോബ് റാഹേലിനെ ചുംബിച്ചു പൊട്ടിക്കരഞ്ഞു എന്നെഴുതിയിരിക്കുന്നു. ഈ വാക്യം എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. കാരണം ആ പെൺകുട്ടിയെ ചുംബിക്കുകയും തുടർന്ന് പൊട്ടിക്കരയുകയും ചെയ്തത് മനസ്സിലാക്കുവാൻ എനിക്ക് പ്രയാസം തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇത്രയും ദിവസം അവൻ അനുഭവിച്ചതായിട്ടുള്ള ഏകാന്തതയും മാനസികമായും ശാരീരികവുമായിട്ടുള്ള പീഡയും ഈ പെൺകുട്ടിയെ കണ്ടപ്പോഴേക്കും അണപൊട്ടി ഒഴുകുവാൻ തുടങ്ങിക്കാണും. താൻ അറിയുന്ന തൻ്റെ ബന്ധുവായ ആരെയെങ്കിലും എത്ര നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. ബഥേലിൽ നിന്നും ഗലീലക്കടലിൻ്റെ തീരത്തുകൂടി സിറിയയിലേക്കും അവിടെ നിന്നും മരുഭൂമിയും കടന്ന് അവൻ വരികയാണ്. ഒറ്റയ്ക്ക് ഈ കാടും മേടും മരുഭൂമിയും കടന്നു വന്ന ഈ ചെറുപ്പക്കാരന് അനേകം കടുത്ത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ജനവാസമുള്ള സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവിടുത്തെ ജനങ്ങളോട് പൂർവ്വ പരിചയമുള്ളതുപോലെ ഇടപെടുന്നത് തന്നെ വികാരത്തള്ളലിലാണ്. അതുകൊണ്ടാണ് ഈ ചോദിക്കാതെ തന്നെ അഭിപ്രായം പറയുകയും ഇതൊക്കെ ചെയ്യുന്നത്. അല്പം ഭാവന കലർത്തി അവൻ്റെ ആ യാത്രയും മറ്റും ഒന്ന് ചിന്തിക്കുന്നത് ഒരുപാട് പ്രയോജനം ചെയ്യും. ആകെ താറുമാറായ ഒരു ജീവിതം. എവിടെയെങ്കിലും ഒരു അഭയത്തിനായിട്ട് അവൻ ഓടുകയാണ്. ഇനിയും ഈ അമ്മ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അമ്മാവൻ എന്തിനാ വന്നത്, ഇവിടെങ്ങും വേണ്ട എന്ന് പറഞ്ഞാലത്തെ സ്ഥിതി ഒന്ന് ചിന്തിക്കൂ. മടങ്ങിപ്പോകുവാനായി സാധിക്കില്ല. ജ്യേഷ്ഠൻ അവിടെ കോപിച്ചിരിക്കുക, കൊല്ലുവാൻ. ആകെ താറുമാറായ ഒരു ജീവിതം. 12-ാം വാക്യം നോക്കിക്കേ. താൻ അവളുടെ അപ്പന്റെ സഹോദരനെന്നും റിബേക്കയുടെ മകനെന്നും യാക്കോബ് റാഹേലിനോട് പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് തന്റെ അപ്പനെ അറിയിച്ചു. പലർക്കും ഇതൊരു തർക്കത്തിന് ഉതകുന്ന കാര്യമാണ്. അതായത് ബൈബിളിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കുവാൻ അങ്ങനെ നോക്കി നടക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇവിടെ യാക്കോബ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് ശ്രദ്ധിച്ചേ. താൻ അവളുടെ അപ്പന്റെ സഹോദരനെന്ന്. ഇതെങ്ങനെ ശരിയാകും? അതെ, എബ്രായർ ഈ ബന്ധങ്ങൾ സാധാരണ പറയുമ്പോൾ അങ്ങനെ കൊത്തി നുറുക്കി വിവരിക്കാറില്ലായിരുന്നു. നാം ആണെങ്കിൽ അപ്പൻ്റെ, ജ്യേഷ്ഠൻ്റെ, അനുജൻ്റെ, പെങ്ങളുടെ, അമ്മായിയപ്പൻ്റെ, അങ്ങനെ നീട്ടി പോകുമല്ലോ. ഇനി ഒരു ബന്ധവും ഇല്ലെങ്കിലും നമ്മൾ മലയാളികൾ എവിടെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കും. ആ കാലങ്ങളിൽ ബന്ധുത പറയുമ്പോൾ ഒന്നുകിൽ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന് മാത്രമേ പറയാറുള്ളൂ. ചിലപ്പോൾ നമ്മളും അത് പ്രത്യേകിച്ച് ഇക്കാലങ്ങളിൽ ഉപയോഗിക്കും. കസിൻസ്, എല്ലാം കസിനാണല്ലോ. ആ അർത്ഥത്തിലാണ് ഇവിടെ ഇത് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. അത് തെറ്റല്ല. മലയാളത്തിൽ നാം ഇങ്ങനെ പറയുമായിരുന്നു, അതായത് യാക്കോബ് അവളുടെ അപ്പൻ്റെ അനന്തരവനാകുന്നു എന്ന്. റിബേക്കയുടെ മകൻ, അപ്പൻ്റെ പെങ്ങളുടെ മകൻ, അവളുടെ ഫസ്റ്റ് കസിൻ. ഇനിയും 13-ാം വാക്യം നോക്കിക്കേ. ലാബാൻ തൻ്റെ സഹോദരിയുടെ മകനായ യാക്കോബിൻ്റെ വസ്തുത കേട്ടപ്പോൾ അവനെ എതിരേൽപ്പാൻ ഓടിച്ചെന്നു. അവനെ ആലിംഗനം ചെയ്ത് ചുംബിച്ചു വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ ലാബാനോട് വിവരമൊക്കെയും പറഞ്ഞു. ഞാൻ ഊഹിക്കുന്നത് യാക്കോബിന് വളരെയേറെ സംസാരിക്കുവാനുണ്ടായിരുന്നു എന്നത്രേ. കുറച്ചുനാളായല്ലോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട്. അത്താഴ സമയത്ത് യാക്കോബിൻ്റെ കഥ കേൾക്കുന്നത് ഒരുപക്ഷെ അവർക്കൊരു വിനോദമായി കാണും. താൻ എങ്ങനെയാണ് ജ്യേഷ്ഠനെ കബളിപ്പിച്ച് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തതെന്നും അപ്പനെ വളച്ചൊടിച്ച് അനുഗ്രഹം വാങ്ങിച്ചതെന്നും അവൻ വിവരിച്ചപ്പോൾ കേട്ടിരിക്കാൻ അവർക്കും നല്ല രസമായി. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് കേൾക്കാൻ വലിയ രസമാണ്. റാഹേലും മറ്റും ആ കഥകൾ ആകാംക്ഷയോടെ കേട്ടിരുന്നിരിക്കണം. ഓ മിടുക്കൻ. ബഥേലിലെ അവന്റെ അനുഭവവും ഒരുപക്ഷെ അവൻ ഇതിനിടയ്ക്ക് വിവരിച്ചു കാണും. അതായത് ദൈവവുമായി ബന്ധപ്പെട്ട ആ അനുഭവം അവൻ ലാബാനോടെല്ലാം വിവരിച്ചു പറഞ്ഞു. ഇനി 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, ലാബാൻ അവനോട് നീ എൻ്റെ അസ്ഥിയും മാംസവും തന്നെ എന്ന് പറഞ്ഞു. അവൻ 1 മാസക്കാലം അവൻ്റെ അടുക്കൽ പാർത്തു. ഈ പ്രതികരണം രസമായിരിക്കുന്നു. ഇത് തൻ്റെ യഥാർത്ഥ അനന്തരവൻ തന്നെയാണെന്ന് ലാബാൻ ഇപ്പോൾ ഉറപ്പായി. മറ്റാർക്കും ഇങ്ങനൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്നായിരിക്കണം ലാബാൻ കരുതിയത്. മിടുക്ക, ഇപ്പോൾ നീ എൻ്റെ രക്തം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് സ്വതന്ത്രമായി ഇവിടെ തന്നെ കഴിഞ്ഞോളൂ. അങ്ങനെ 1 മാസം കഴിയുന്നു. തുടർന്ന് എന്ത് സംഭവിക്കുന്നെന്ന് നോക്കുക. യാക്കോബ് ഒരു പണിയും ചെയ്യുന്നില്ല. ദൂരദേശത്തു നിന്ന് അമ്മാവനെ സന്ദർശിക്കുവാൻ വന്ന അനന്തരവനാണല്ലോ. അവൻ ന്യായമായും വിചാരിച്ചു കാണും, എനിക്കിവിടെ സൗജന്യമായി താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യാമെന്ന്.
ഇപ്പോൾ ഇതാ ഒരു സംഭവം നടക്കും. എനിക്ക് തോന്നുന്നത് ഒരു ദിവസം രാവിലെ പ്രാതൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്. 15-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ ലാബാൻ യാക്കോബിനോട്, നീ എൻ്റെ സഹോദരനാകൊണ്ട് വെറുതെ എന്നെ സേവിക്കണമോ? നിനക്ക് എന്ത് പ്രതിഫലം വേണം? എന്നോട് പറക എന്ന് പറഞ്ഞു. ഈ അമ്മാവൻ കൗശലക്കാരൻ തന്നെയാണ്. എന്തെങ്കിലും പണിയെടുക്കുന്നതിനെക്കുറിച്ച് ആരെങ്കിലും ഇവിടെ ഉരിയാടിയോ? യാക്കോബൊന്നും പറഞ്ഞില്ല. ഈ അമ്മാവൻ നല്ല തന്ത്രശാലി തന്നെയാണ്. അവൻ അങ്ങോട്ട് കയറി പറയുകയാണ്, യാക്കോബ് അവനെ വെറുതെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പോലും. അവൻ പറയുന്നത് അവൻ യാക്കോബിന് പ്രതിഫലം നൽകാമെന്ന്. ഒന്നും കൊടുക്കാതെ അമ്മാവന്റെ കൂടെ 1 മാസം ഒന്നും ആരും താമസിക്കില്ല. ഇനിയും അവൻ തന്റെ അനന്തരവനുമായി ഇടപെടുവാൻ തന്നെ പോകുകയാണ്. അവൻ അരക്കൈ നോക്കുക തന്നെ ചെയ്യും എന്ന് ചുരുക്കം. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവൾക്ക് ലേയ എന്നും ഇളയവൾക്ക് റാഹേൽ എന്നും പേര്. ഇവിടെ ലാബാന്റെ വേറൊരു മകളുടെ പേര് വരുന്നു, ലേയ. ലാബാൻ കുറെ നാളായി ഈ പയ്യനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതെ, തന്റെ അനന്തരവൻ, തന്റെ പെൺമക്കളിൽ ഇളയവളിൽ അവൻ തൽപരനാണെന്ന് ലാബാൻ മനസ്സിലാക്കി. അടുത്ത വാക്യത്തിൽ അതിന്റെ കാരണം പറയുന്നുണ്ട്. 17-ാം വാക്യത്തിൽ, ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു, റാഹേലോ സുന്ദരിയും മനോഹര രൂപിണിയും ആയിരുന്നു. റാഹേൽ സുന്ദരിയും മനോഹര രൂപിണിയുമായിരുന്നു. ലേയുടെ കണ്ണ് ശോഭ കുറഞ്ഞതായിരുന്നു, അതായത് അവൾ സുന്ദരി അല്ലായിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മുടെ യാക്കോബ് അവളെ ഇഷ്ടപ്പെട്ടില്ല. യാക്കോബ് ലാബാന്റെ 2 പെൺമക്കളിൽ ഇളയവളായ റാഹേലുമായി സ്നേഹത്തിലായിരുന്നു. 18-ാം വാക്യം, യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. നിന്റെ ഇളയ മകൾ റാഹേലിനു വേണ്ടി ഞാൻ 7 സംവത്സരം നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു. യാക്കോബിനെ ഒന്നാമതായി കുടുക്കി. ലാബാൻ യാക്കോബിനോട് ഈ വിലപേശൽ നടത്തിയപ്പോൾ അത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ലാബാൻ അറിയാമായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ യാക്കോബിന്റെ മറുപടിയിൽ ലാബാൻ അത്ഭുതപ്പെട്ടും കാണില്ല. റാഹേലിനു വേണ്ടി 7 വർഷം പണിയെടുക്കുവാൻ യാക്കോബ് തയ്യാറായി. ഈ ലാബാൻ വളരെ മിടുക്കനാണല്ലേ? 19-ാം വാക്യത്തിൽ, അതിന് ലാബാൻ, ഞാൻ അവളെ അന്യപുരുഷന് കൊടുക്കുന്നതിലും നിനക്ക് തരുന്നത് നല്ലത്, എന്നോടുകൂടെ പാർക്കാ എന്ന് പറഞ്ഞു. ലാബാൻ ഈ ഡിമാൻഡ് അംഗീകരിച്ചു, യാക്കോബിന്റെ ഡിമാൻഡ്. ഇതാ ഈ അടുത്ത വാക്യത്തിൽ യാക്കോബിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിലേക്കും മനോഹരമായ ഒരു കാര്യം. തുറന്നു പറഞ്ഞാൽ യാക്കോബിന്റെ ആദ്യകാല ജീവിതത്തിൽ ആകർഷണീയമായി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് അവന് റാഹേലിനോടുള്ള സ്നേഹം മാത്രമായിരുന്നു. 20-ാം വാക്യത്തിൽ, അങ്ങനെ യാക്കോബ് റാഹേലിനു വേണ്ടി 7 സംവത്സരം സേവ ചെയ്തു. അവൻ അവളെ സ്നേഹിക്കൊണ്ട് അതവന് അല്പകാലം പോലെ തോന്നി. ഈ പ്രസ്താവന മനോഹരമല്ലേ? ഈ പയ്യൻ ശരിക്കും അധ്വാനിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആരും ഒരു കുറ്റം, പ്രത്യേകിച്ചും എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ലാബാന് പോലും ഒരു കുറ്റം കാണാൻ കഴിയാത്തതുപോലെ ഇവൻ പണിയെടുക്കുകയാണ്. ലാബാൻ അവനെ കൊണ്ട് ശരിക്കും പണിയെടുപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. തണുപ്പത്തും മഴയത്തും എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളിലും അവൻ പണിയെടുക്കുകയാണ്. അതും നീണ്ട 7 വർഷങ്ങൾ, 1-2 മാസമല്ല, 1-2 വർഷമല്ല. പക്ഷെ എപ്പോഴും അവന്റെ മനസ്സ് നിറയെ റാഹേൽ മാത്രമായിരുന്നു. അതെ, യാക്കോബ് റാഹേലിനെ ആഴമായി സ്നേഹിച്ചിരുന്നു. 21-22 വാക്യങ്ങളിൽ, അനന്തരം യാക്കോബ് ലാബാനോട്, എന്റെ സമയം തികഞ്ഞിരിക്കിയാൽ ഞാൻ എന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുവാൻ അവളെ തരേണം എന്ന് പറഞ്ഞു. അപ്പോൾ ലാബാൻ ആ സ്ഥലത്തെ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി ഒരു വിരുന്ന് കഴിച്ചു. ഈ അമ്മാവൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കൂ. 23 മുതലുള്ള വാക്യങ്ങൾ, എന്നാൽ രാത്രിയിൽ അവൻ തന്റെ മകൾ ലേയെ കൂട്ടി അവന്റെ അടുക്കൽ കൊണ്ടുപോയി ആക്കി. അവൻ അവളുടെ അടുക്കൽ ചെന്നു. ലാബാൻ തന്റെ മകൾ ലേയയ്ക്ക് തന്റെ ദാസി സിൽപ്പയെ ദാസിയായി കൊടുത്തു. നേരം വെളുത്തപ്പോൾ അത് ലേയ എന്ന് കണ്ട് അവൻ ലാബാനോട്, നീ എന്നോട് ചെയ്തതെന്ത്? റാഹേലിനു വേണ്ടി അല്ലയോ ഞാൻ നിന്നെ സേവിച്ചത്? നീ എന്തിനെന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അതിന് ലാബാൻ, മൂത്തവൾക്ക് മുൻപേ ഇളയവളെ കൊടുക്ക, ഞങ്ങളുടെ ദിക്കിൽ നടപ്പില്ല. ഭയങ്കര കഷ്ടമായി പോയില്ലേ? എന്നാൽ ഒന്നുമായിട്ടില്ല. ആ കാലങ്ങളിൽ വിവാഹ ചടങ്ങിൽ സ്ത്രീയെ ആപാദചൂഢം മൂടുപടം ധരിപ്പിക്കുക പതിവായിരുന്നു. പാവം യാക്കോബ് തനിക്ക് ലഭിച്ച പെണ്ണിനെ അടുത്ത പ്രഭാതം വരെ കണ്ടേയില്ല. നേരം വെളുത്തപ്പോഴല്ലേ മനസ്സിലായത് തനിക്ക് ലഭിച്ചത് റാഹേൽ അല്ലായിരുന്നു, ലേയ ആയിരുന്നെന്ന്. താൻ ശരിക്കും വഞ്ചിക്കപ്പെട്ടു എന്ന് അപ്പോൾ അവന് മനസ്സിലായി. താൻ പണ്ട് മൂത്ത മകനാണെന്ന് പറഞ്ഞ് തന്റെ പിതാവിന്റെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിയത് അപ്പോൾ തീർച്ചയായും യാക്കോബ് ഓർത്തിരിക്കും. ഓർത്തില്ലെങ്കിലല്ലേ അത്ഭുതപ്പെടാനുള്ളൂ. അവൻ അവന്റെ പിതാവിനെ ചതിച്ചു.
അതുകൊണ്ടാണല്ലോ അവൻ ഭവനം വിട്ടോടിപ്പോന്നത്. ഈ പറഞ്ഞ പ്രകാരത്തിലുള്ള പ്രവർത്തനങ്ങൾ ദൈവം അംഗീകരിക്കുകയില്ലെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇളയവനായിരിക്കുമ്പോൾ തന്നെ അവൻ മൂത്തവനെന്ന് അഭിനയിച്ചു. വിവാഹിതനായപ്പോൾ അവൻ ചിന്തിച്ചത് അവന് ഇളയവളെയാകുന്നു ലഭിച്ചതെന്ന്, പക്ഷെ ലഭിച്ചതോ മൂത്തവളെ. എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. ഇത് യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഭയാനകവും പരിതാപകരവുമായ സ്ഥിതിവിശേഷമായി. ലാബാൻ ചെയ്തത് യാക്കോബിന്റെ ദൃഷ്ടിയിൽ ശിക്ഷാർഹമായ ഒരു കുറ്റമാണ്. എന്നാൽ ഈ അമ്മാവൻ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അവൻ മിടുമിടുക്കനായിരുന്നു. അവൻ യാക്കോബിനോട് പറയുന്നു, മോനെ, ഞാൻ പിന്നീട് ഓർത്തത് നമ്മുടെ ആ കരാറിലൊരു പിശക് പറ്റിപ്പോയി. ഞാനത് പറയുവാൻ വിട്ടുപോയതാണ്. താമസിച്ചു പോയതിനാൽ പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് വിശേഷമില്ല എന്ന് ചിന്തിച്ചു. ആളെത്ര ശാന്തനായിട്ടാണ് സംസാരിക്കുന്നതല്ലേ. മൂത്ത മകളെ ആദ്യം വിവാഹം കഴിപ്പിക്കണമെന്നത് ഞങ്ങളുടെ നാട്ടിലെ പതിവായിരുന്നു. നിനക്കത് വലിയ പരിചയം കാണില്ലല്ലോ. എന്ന് വെച്ചാൽ മൂത്തതിനെ പറഞ്ഞു വിടാതെ ഇളയതിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല പോലും. എന്നാൽ അമ്മാവൻ തന്റെ ഇടപാടിൽ വളരെ ഔദാര്യമനസ്കനാണ്. അതുകൊണ്ട് അവനൊരു സ്വകാര്യം പറഞ്ഞു. 27 വാക്യം, ഇവളുടെ ആഴ്ചവട്ടം നിവർത്തിക്കായി, എന്നാൽ നീ ഇനിയും 7 സംവത്സരം എൻ്റെ അടുക്കൽ ചെയ്യുന്ന സേവയ്ക്ക് വേണ്ടി ഞങ്ങൾ അവളെയും നിനക്ക് തരാം എന്ന് പറഞ്ഞു. ഇവളുടെ ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ വേറൊരു 7 വർഷങ്ങൾ എന്നത്രേ. ലാബാന് അവൻ്റെ പണത്തിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ടില്ലേ. മുതൽ മുടക്കിയിട്ട് പലിശ സഹിതമാണ് ഇപ്പോൾ വാങ്ങുന്നത്. അങ്ങനെ പാവം യാക്കോബ് വാസ്തവത്തിൽ കളരിയിൽ പരിശീലനത്തിന് പോകുകയാണ്. പക്ഷെ അവൻ 2 ഭാര്യമാരെ എടുക്കുന്നു. അത് അവൻ ഒരിക്കലും ചെയ്യരുതായിരുന്നു. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ ഏത് സാഹചര്യമാണെങ്കിലും ദൈവപ്രമാണത്തിന് എതിരായിട്ട് അവൻ പോകുന്നു. എല്ലാം കഴിയുന്നതിന് മുൻപ് തന്നെ അവൻ പ്രശ്നത്തിലാകും എന്ന് കണ്ടോണം. 28 വാക്യം, യാക്കോബ് അങ്ങനെ തന്നെ ചെയ്തു. അവളുടെ ആഴ്ചവട്ടം നിവർത്തിച്ചു. അവൻ തൻ്റെ മകൾ റാഹേലിനെയും അവന് ഭാര്യയായി കൊടുത്തു. ലാബാൻ യാക്കോബിനെ കൊണ്ട് ആദ്യം സമ്മതിപ്പിച്ചതിൻ്റെ ഇരട്ടി സമയം പണിയെടുപ്പിക്കുന്നു. 7 വർഷങ്ങൾ തന്നെ എത്ര നീണ്ട കാലയളവാണ്. എങ്കിൽ പിന്നെ 14 വർഷങ്ങളുടെ കാര്യം പറയണോ? ഈ കരാറ് മൂലം യാക്കോബിന് 2 ഭാര്യമാരെ ലഭിക്കുന്നു. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറയത്തില്ലേ? മിക്കവാറും കിട്ടുന്നത് ഇതുപോലൊക്കെ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഓ, ഇങ്ങനെ ബൈബിളിൽ ഉള്ളതിനാൽ ദൈവം ബഹുഭാര്യത്വം അംഗീകരിക്കുമായിരിക്കുമെന്ന്. ഒരിക്കലുമില്ല. ഞാൻ പറയട്ടെ, ബൈബിളിലുള്ള സകല കാര്യങ്ങളും ദൈവം അംഗീകരിച്ചിട്ടില്ല. ഈ സത്യം നിങ്ങളെ ഞെട്ടിപ്പിച്ചെന്ന് എനിക്കറിയാം. ഉദാഹരണത്തിന്, സാത്താന്റെ കള്ളം ദൈവം അംഗീകരിച്ച് പറയിപ്പിച്ചാണോ? ദാവീദിന്റെ പാപവും ദൈവം അംഗീകരിച്ചില്ലല്ലോ. അതുമൂലം ദൈവം അവനെ ശിക്ഷിച്ചില്ലേ? എന്നാൽ ഈ 2 സംഭവങ്ങളുടെയും രേഖകൾ ദൈവപ്രേരിതമായി ബൈബിളിൽ എഴുതപ്പെട്ടതാണ്, നമുക്കൊക്കെ മുന്നറിയിപ്പിനായി. ഇവ അക്ഷരാർത്ഥത്തിൽ തന്നെ ദൈവശ്വാസീയമാണ്. വേർവിധത്തിൽ പറഞ്ഞാൽ ഇവ ദൈവം തന്നെ ഇതിൻ്റെ എഴുത്തുകാരനിലൂടെ പറഞ്ഞതത്രേ. ഇതിലെ ദൈവപ്രേരിതമായ കാര്യം എന്തെന്നാൽ, രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്കുകൾ ദൈവം മോശയ്ക്ക് നൽകിയതാണ്. അതെ, നാം ബൈബിൾ എന്ന് വിളിക്കുന്ന ഈ പുസ്തകത്തിൽ എഴുതിയ ഭാഗങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായത്തിൽ ദൈവം കൃത്യമായുള്ളൊരു രേഖ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതായത് യാക്കോബിന് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് എങ്ങനെ സംഭവിച്ചു എന്നും നമ്മോട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ദൈവശ്വാസീയം എന്ന് പറയുന്നത് അതത്രേ. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം ദൈവം അംഗീകരിച്ചവയാണെന്ന് അതിനർത്ഥമില്ല. യാക്കോബ് ഒരു ഭാര്യയിൽ കൂടുതൽ എടുത്തത് ദൈവം തീർച്ചയായും അംഗീകരിച്ചില്ല. തെറ്റാണ്. അതിൻ്റെ ശിക്ഷയും അവന് കിട്ടും. യാക്കോബിന്റെ ജീവിതത്തിൽ ഇവിടം മുതൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം അവൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ട് ഉണ്ടായതാണെന്ന് നമുക്ക് വ്യക്തമാണ്. ആരും ക്ഷണിക്കാതെ തന്നെ ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ കയറി വരുന്നുണ്ട്. ഞാനിനിയും 31, 32 വാക്യങ്ങളൊന്ന് വായിക്കാം. ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലേയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. യഹോവ എൻ്റെ സങ്കടം കണ്ട് ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൾ അവന് രൂബേൻ എന്ന് പേരിട്ടു. ലേയ വളരെ ദുഃഖിതയായിരുന്നു. കാരണം അവൾക്കറിയാമായിരുന്നു അവളുടെ ഭർത്താവ് അവളെയല്ല റാഹേലിനെ ആയിരുന്നു സ്നേഹിച്ചതെന്ന്. ഇന്നും അനേകം മാതാപിതാക്കൾ ഇതുപോലുള്ള മണ്ടത്തരം കാണിക്കാറുണ്ട്. എന്തിനാണ് ലാബാൻ ഈ ലേയയുടെ ജീവിതം നശിപ്പിച്ചത്? ഏതായാലും ലേയ രൂബന്റെ അമ്മയായപ്പോൾ അത് അവളുടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ടുവന്നു. അവൾ ചിന്തിക്കുന്നത് യാക്കോബ് അവളെ ഇനിയും സ്നേഹിക്കുമെന്നാണ്.
രൂബേനാണ് യാക്കോബിന്റെ മൂത്തപുത്രൻ. എന്നാൽ ക്രിസ്തു വന്ന് പിറക്കുവാനുള്ള വംശം ഇവന്റെ സന്തതികളിലല്ല, മറിച്ച് അത് ലേയുടെ ഒടുവിലത്തെ പുത്രനായ യഹൂദയിൽ നിന്നുമായിരിക്കും. യഹൂദയാണ് രാജകീയ വംശം. ദാവീദ് ഈ വംശത്തിലാണ് പിറന്നത്. പിന്നീട് കർത്താവായ യേശുക്രിസ്തു ജഡത്തിൽ വന്നത് ഈ വംശത്തിലായിരുന്നു. തന്റെ പാപം മൂലം മൂത്ത പുത്രനെന്ന തന്റെ സ്ഥാനം രൂബേന് നഷ്ടമാകുകയായിരുന്നു ചെയ്തത്. ലേവി പുരോഹിത ഗോത്രമായിരുന്നു. യാക്കോബിന്റെ ചില ശ്രേഷ്ഠന്മാരായ പുത്രന്മാരുടെ മാതാവാകുവാനുള്ള ഭാഗ്യം ലേയ്ക്കുണ്ടായി. എന്തൊരു ചരിത്രം അല്ലേ? ഇന്നത്തെ പഠനം പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ എത്ര അത്ഭുതമാണല്ലേ! ദൈവം ജ്യേഷ്ഠനായിരുന്ന യേശാവിനെ തിരഞ്ഞെടുക്കാതെ യാക്കോബിനെ തിരഞ്ഞെടുത്ത് അവനിലൂടെ പ്രവർത്തിക്കുന്നു. ആദ്യജാതനായ രൂബേനെ തിരഞ്ഞെടുക്കാതെ യഹൂദയിലൂടെ മശിഹ വരുവാൻ ദൈവം ക്രമീകരണം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ അർഹിക്കാത്തവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നാം കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ ദയയ്ക്കായി, കരുണയ്ക്കായി, തിരഞ്ഞെടുപ്പുകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുവാൻ, ഇതിലെ അതിമഹത്തായ സത്യങ്ങളെ തിരിച്ചറിയുവാൻ നീ ഞങ്ങളെ സഹായിച്ചല്ലോ. കേട്ടു മറക്കാതെ അനുസരിക്കുവാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. കർത്താവെ, ഉപായങ്ങളിലൂടെയും മറ്റും ഒന്നും നേടുവാൻ ഇടയാകാതെ സത്യസന്ധമായി ദൈവഹിതപ്രകാരം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപ കൊണ്ട് നിറച്ചാട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.